കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ സുന്ദരകാന്ഡം 1-ാം സർഗം 40-ാമത്തെ ശ്ലോകമാണ് നിർത്തിയത്. അതിൽ സിംഹിയെ കൊന്നിട്ട് മേപ്പട്ടനെ ചാടി തെക്കോട്ട് നോക്കി സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. തെക്കേ കരയിലെത്തി. അവിടെ പലതരത്തിലുള്ള പഴവൃക്ഷങ്ങളും നാനാവിധത്തിലുള്ള പക്ഷിമൃഗാദികളും വളരെ തരത്തിലുള്ള പുഷ്പങ്ങളും വള്ളികളൊക്കെ നിറഞ്ഞിരിക്കണ ആ തെക്കേ കര വളരെ മനോഹരമായിരുന്നു. അത് നോക്കിയപ്പോൾ അപ്പുറത്തെ ത്രികൂടപർവ്വതത്തിൻ്റെ ആ കൊടുമുടിയിലായിട്ട് ഈ ലങ്കാനഗരത്തെയും കണ്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത്. 41 ഞാൻ വായിക്കാം. പ്രാകാരൈർബഹുഭിർയുക്തം പരിഖാഭിശ്ച സർവതഃ പ്രവേക്ഷ്യാമി കഥം ലങ്കാം ഇതി ചിന്താപരോ ഭവേത്. ബഹുഭിഃ പ്രാകാരൈഃ, അനവധി പ്രാകാരങ്ങളുണ്ട്. സർവതഃ പരിഖാഭിച്ച യുക്ത, അതിലൊക്കെ കിടങ്ങുകളുമുണ്ട്. അനവധി പ്രാകാരങ്ങളുണ്ട്, അത് കൂടെയൊക്കെ പോവാം. പക്ഷെ എല്ലാറ്റിനും കിടങ്ങുകളുണ്ട്, വലിയ കിടങ്ങുകളെ. അപ്പോൾ ആ കിടങ്ങ് ചാടിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ കിടങ്ങിന് സാധാരണ അവരുടെ ആൾക്കാർക്ക് പോകണമെങ്കിൽ കിടങ്ങിന് പാലം വയ്ക്കേ, അത് കഴിഞ്ഞാൽ പാലം വലിക്കും, അങ്ങനെയാണ്. അപ്പോൾ ആ കിടങ്ങിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് മുതലകളും വലിയ വലിയ മത്സ്യങ്ങളും കടിക്കണ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവേ. അപ്പോൾ അങ്ങനെ എല്ലാ ദിക്കിലും കിടങ്ങ് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രാകാരങ്ങളൊക്കെ. കിടങ്ങ് ഉണ്ടായിരുന്നു. ലങ്കാം കഥം പ്രവേക്ഷ്യാമി, ഞാൻ എങ്ങനെയപ്പോൾ ലങ്കയിൽ ആ നഗരത്തിലേക്ക് പ്രവേശിക്കുക. ഇതി ചിന്താപരഹ അഭവത് എന്ന് ചിന്താവിഷ്ടനായി. എന്താ അറിയോ, ഈ നഗരത്തിൻ്റെ, അതായത് ലങ്കാ നഗരത്തിൻ്റെ അകത്തും പുറത്തും വലിയ വലിയ മതിലുകളുണ്ട്. ഓരോ മതിലുകളെയും ചുറ്റിക്കൊണ്ട്, അതാണ് പ്രാകാരം എന്ന് പറഞ്ഞ്, ഓരോ മതിലുകളെയും ചുറ്റിക്കൊണ്ട്, അനവധി മതിലുണ്ട്. ആ ഓരോ മതിലിനെയും ചുറ്റിക്കൊണ്ട് വളരെ വലിയ കിടങ്ങുകളുണ്ട്. അത് കണ്ടപ്പോൾ ഹനുമാൻ വിചാരിച്ചു, എൻ്റെ ഈശ്വര, ഞാൻ എങ്ങനെ ഈ ലങ്ക ഇത്ര കിടങ്ങുകളും മതിലുകളാലും ചുറ്റപ്പെട്ട ഈ ലങ്കാനഗരിയിലേക്ക് ഞാൻ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന് ആലോചിച്ച ചിന്താമഗ്നനായി എന്നാണ് പറഞ്ഞത്. പ്രാകാരൈർബഹുഭിർയുക്തം പരിഖാഭിശ്ച സർവതഃ പ്രവേക്ഷ്യാമി കഥം ലങ്കാം ഇതി ചിന്താപരോ ഭവേത്. രാത്രൗ വേക്ഷ്യാമി സൂക്ഷ്മോഹം ലങ്കാം രാവണപാലിതാം ഏവം വിചിന്യ തത്രൈവ സ്ഥിത്വാ ലങ്കാം ജഗാമസഃ. രാത്രൗ അഹം സൂക്ഷ്മഃ ഭൂത്വ, ആ രാത്രിയിൽ ഞാൻ സൂക്ഷ്മശരീരിയായിട്ട് രാവണപാലിതാം ലങ്കാം, രാവണനാൽ പാലിക്കപ്പെടുന്ന ഈ ലങ്കയെ വേക്ഷ്യാമി, ഞാൻ പ്രവേശിക്കാം. ഏവം വിചിന്യ, ഇപ്രകാരം ചിന്തിച്ച് തത്രയേവ സ്ഥിത, അവിടെ തന്നെ നിന്നുകൊണ്ട് സ ലങ്കാം ജഗാമ, അവൻ ലങ്കയെ ഗമിച്ചു. എന്താ പറയുക വെച്ചാൽ, രാവണൻ്റെ ആധിപത്യമുള്ള ഈ ലങ്കയിൽ രാത്രി സൂക്ഷ്മരൂപത്തിലേക്ക് കടക്കാൻ നോക്കണ്ടു, അല്ലാണ്ട് പറ്റില്ല. ഈ വലിയ സൂക്ഷ്മരൂപമാക്കിയിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇങ്ങനെ നിശ്ചയിച്ച് പകൽ മുഴുവന് ഹനുമാൻ ലങ്കയിൽ കഴിച്ചുകൂട്ടി. പകൽ മുഴുവൻ രാത്രി സൂക്ഷ്മശരീരമായിട്ട് കിടന്ന ആരും കാണില്ല. അതുകൊണ്ട് പകൽ മുഴുവൻ പുറത്ത് കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ച പകൽ മുഴുവൻ അവിടെ തന്നെ കഴിച്ചു കൂട്ടിയിട്ട് ഹനുമാൻ രാത്രിയിലേക്ക് സൂക്ഷ്മശരീരമായിട്ട് ലങ്കയുടെ ഉള്ളിൽ പ്രവേശിച്ചു. രാത്രൗ വേക്ഷ്യാമി സൂക്ഷ്മോഹം ലങ്കാം രാവണപാലിതാം ഏവം വിചിന്യ തത്രൈവ സ്ഥിത്വ, അവിടെ തന്നെ നിന്നു പകൽ മുഴുവൻ. എന്നിട്ട് ലങ്കാം ജഗാമ സഹ, ലങ്കയിൽ പ്രവേശിച്ചു രാത്രിയായപ്പോൾ. 43, 44, 45 ഒന്നിച്ച്. ധൃത്വാ സൂക്ഷ്മം വപുർദ്വാരം പ്രവിവേശ പ്രതാപവാൻ തത്ര ലങ്കാപുരി സാക്ഷാൽ രാക്ഷസീ വേഷധാരിണി.
പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വാ ലങ്കാ വ്യതർജയത് കസ്ത്വം വാനരരൂപേണ മാം അനാദൃത്യ ലംഘിനീം പ്രവിശ്യ ചോരവത് രാത്രൗ കിം ഭവാൻ കർത്തുമിച്ഛതി ഇത്യുക്ത്വാ രോഷതാമ്രാക്ഷി പാദേനാഭിജഘാനതം. സൂക്ഷ്മം വപുധൃത്വ, ആ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ശരീരത്തിനെ ധരിച്ചിട്ട് സൂക്ഷ്മ ശരീരമായി, ചെറിയ ശരീരമാക്കി. ഒക്കെ സിദ്ധികളുണ്ട് ഹനുമാനെ. പ്രതാപവാൻ ദ്വാരം പ്രവേശ, ആ പരാക്രമിയായിട്ടുള്ള ഹനുമാൻ ആ ലങ്കാദ്വാരത്തെ പ്രവേശിച്ചു. രാക്ഷസി വേഷധാരിണി, സാക്ഷാൽ ലങ്കാപുരി, രാക്ഷസിയുടെ വേഷം ധരിച്ച ലങ്കാപുരി പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വ, അതാണ് ലങ്കാ ലക്ഷ്മി. പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വ, പ്രവേശിക്കുന്ന ഹനുമാനെ കണ്ടിട്ട് ലങ്ക വ്യതർജയത്, ലങ്ക ഇതിനെ പറയണത് ഇപ്പം ആ സ്ത്രീയാണ്, അവിടെ നിൽക്കണ രാക്ഷസി ലങ്ക വ്യതർജയത് പറഞ്ഞാലോ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ശകാരിച്ചു. കത്വം, നീ ആരാണ്? ലങ്കിനിയും മാം അനാദൃത്യ, ഈ ലങ്കയിൽ നിൽക്കണ എന്നെ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ എന്നെ അവഗണിച്ചിട്ട് വാനരരൂപേണ, നീ ഒരു വാനരരൂപവും പൂണ്ട് രാത്ര ചോരവൽ പ്രവേശിയ, രാത്രിയിൽ വന്ന കള്ളനെ പോലെ പ്രവേശിച്ചിട്ട് ഭവാൻ കിം കർത്തും ഇച്ഛതി, ഇങ്ങനെ ഒരു കള്ളനെ പോലെ വാനരരൂപത്തിൽ വന്നിട്ട് അകത്ത് കയറിയിട്ട് നിനക്ക് എന്ത് ചെയ്യുവാനാണ് ആഗ്രഹം, എന്ത് ചെയ്യാനാണ് നീ ഭാവിക്കണേ? ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് രോഷതാമ്രാക്ഷി, ദേഷ്യത്താൽ ചുവന്ന കണ്ണുകളോട് കൂടിയവളായിട്ട് തം പാദേന അഭിജഗാന, അവനെ തം ച ഇപ്പോൾ ഹനുമാനെ പാദേന കാലുകൊണ്ട് അഭിജഗാന മീൻസ് അടിച്ചു. അപ്പോൾ ഈ പരാക്രമിയായിട്ടുള്ള ഹനുമാൻ ചെറിയ രൂപം ധരിച്ചിട്ട് ഗോപുരദ്വാരത്തിൻ്റെ ഉള്ളിലേക്കാണ് കടന്നു. അപ്പോൾ അവിടെ ലങ്കാലക്ഷ്മി രാക്ഷസിയുടെ വേഷം ധരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ചെറിയൊരു വാനര രൂപത്തിൽ ഹനുമാൻ കിടക്കണ കണ്ടപ്പോൾ ലങ്കാദേവി പേടിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ചത്? എന്നെ കൂട്ടാക്കാതെ ഒരു വാനരൻ്റെ രൂപം ധരിച്ച് ഒരു കള്ളനെ പോലെ, രാത്രിയിൽ കള്ളന്മാരെ എന്ന പോലെ ഉള്ളിലേക്ക് കിടക്കണം, നീ ആരാ? എന്ത് ചെയ്യാനാ അപ്പം നീ അകത്തേക്ക് കടന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം കൊണ്ട് കലങ്ങിമറിഞ്ഞ കണ്ണുകളോടുകൂടി ആ ലങ്കാലക്ഷ്മി ഹനുമാനെ കാലുകൊണ്ട് അങ്ങോട്ട് അടിച്ചു, അല്ലെങ്കിൽ താടിച്ചു. അതാണ് ഇതിൽ പറയുന്നത്, ലങ്കാലക്ഷ്മി അടിച്ചു. അപ്പം നോക്കാം നമുക്ക്. ധൃത്വാ സൂക്ഷ്മം വപുർദ്വാരം പ്രവിവേശ പ്രതാപവാൻ തത്ര ലങ്കാപുരി സാക്ഷാൽ രാക്ഷസീ വേഷധാരിണി പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വാ ലങ്കാവ്യതർജയത് കസ്ത്വം വാനരരൂപേണ മാം അനാദൃത്യ ലങ്കിനിം പ്രവിശ്യ ചോരഭദ്രാത്രൗ കിം ഭവാൻ കർത്തുമിച്ഛതി ഇത്യുക്ത്വാ രോഷതാമ്രാക്ഷി പാദേനാഭിജഘാനതം. ഇനി അടിച്ചു കാലമുണ്ട് അല്ലേ? 46. ഹനുമാൻ അഭി താം വാമ മുഷ്ടിനാവജ്ഞയാഹനദ് തദൈവ പതിതാ ഭൂമൗ രക്തമുദ്ദുമദീഭൃശം. അപ്പോഴോ ഹനുമാനും വിട്ടുകൊടുത്തില്ല. താം വാമമുഷ്ടിന അവജ്ഞയ അഹനദ്, അവളെ നിസ്സാരഭാവത്തിൽ, അവജ്ഞയോടുകൂടി നിസ്സാരഭാവത്തിൽ വാമമുഷ്ടി കൊണ്ട് ഇടത്തെ കൈകൊണ്ടേ ഇടിച്ചു അങ്കട്. അപ്പോൾ ഹനുമാൻ വിട്ടുകൊടുത്തില്ല, അവജ്ഞയോട് കൂടിയിട്ട് നല്ല ശക്തിയിൽ ഇടത്തെ കൈകൊണ്ട് അവളെ ഇടിച്ചു. തഥാ അപ്പോൾ തന്നെ ഭൃശം രക്തമുദ്ദുമതി, രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഭൂമോ പതിത, ലങ്കാലക്ഷ്മി ഭൂമിയിൽ വീണു. ഹനുമാൻ ലങ്കാലക്ഷ്മി ഇടത്തെ കൈ ചുരുട്ടിപ്പിടിച്ച നിസ്സാര ഭാവത്തിലൊരടി, ഉടൻ തന്നെ ആ ലങ്കാലക്ഷ്മി രക്തം ഛർദ്ദിച്ച് നിലത്ത് വീണു. അത്രയ്ക്ക് ശക്തിയുള്ളൂ. ഹനുമാനപിതാം വാമമുഷ്ടിനാവജ്ഞയാഹനദ് തദൈവ പതിതാ ഭൂമൗ രക്തമുദ്വമദീ മുദ്വമദീഭൃശം
47. ഉത്ഥായ പ്രാഹസാലങ്ക ഹനുമന്തം മഹാബലം ഹനുമാൻ ഗച്ഛ ഭദ്രം തേ ചിതാലങ്ക ത്വയാനഖ. ഉത്ഥായ സാലങ്ക, നീ എഴുന്നേറ്റിട്ട് ആ ലങ്കാലക്ഷ്മി മഹാബലം ഹനുമന്തം പ്രാഹ, മഹാബലശാലിയായിട്ടുള്ള ഹനുമാനോട് എന്ത് പറഞ്ഞു? ഹനുമൻ ഗച്ഛ, ഹേ ഹനുമാനെ പൊയ്ക്കോളൂ അകത്തേക്ക്, തേ ഭദ്രം, നിനക്ക് മംഗളം വരട്ടെ, ഹേ പരിശുദ്ധ, അനഘ മീൻസ് പരിശുദ്ധ, പാപമില്ലാത്തവനെ, ത്വയാ ലങ്കാജിത, നിന്നാൽ ലങ്ക ജയിക്കപ്പെട്ടു പറഞ്ഞ് അനുഗ്രഹിച്ചു. ശരിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ലങ്കാലക്ഷ്മി എന്ത് ചെയ്തു? മഹാബലശാലിയായിട്ടുള്ള ഹനുമാനോട് എന്താ പറഞ്ഞ? ഹേ ഹനുമാൻ, നീ ഉള്ളിലേക്ക് പൊക്കോളൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ, നീ ലങ്കയെ ജയിച്ചു എന്നറിഞ്ഞോളൂ എന്ന് പറഞ്ഞു, അനുഗ്രഹിച്ചെന്നെ പറഞ്ഞു. ഉത്ഥായ പ്രാഹസാലങ്ക ഹനുമന്തം മഹാബലം ഹനുമാൻ ഗച്ഛ ഭദ്രം തേ ജിതാലങ്ക ത്വയാനഖ. 48, 49. പുരാഹം ബ്രഹ്മണ പ്രോക്ത ഹ്യഷ്ടാവിംശതി പര്യയേ ത്രേതായുഗേ ദാശരഥി രാമോ നാരായണോ വ്യയ ജനിഷ്യതേ യോഗമായ സീതാ ജനകവേശ്മനി ഭ്രൂഭരഹരണാർത്ഥായ പ്രാർത്ഥിനോയം മയാ ക്വചിത്. ബ്രാഹ്മണ അഹം പുരാ പ്രോക്ത, ബ്രഹ്മാവിനാൽ പണ്ട് ഞാൻ പറയപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു ബ്രഹ്മാവ്. എന്താ? അഷ്ടാവിംശതി പര്യയെ ത്രേതായുഗേ, 28ാമത്തെ ത്രേതായുഗത്തിൽ. അഷ്ടവിംശതി പറഞ്ഞാൽ 28ആണ്. അഷ്ടവിംശതി പര്യയെ പറഞ്ഞാലോ 28ാമത്തെ ത്രേതായുഗത്തിൽ, പര്യയെ ത്രേതായുഗേ അവ്യയഹ നാരായണ, അതായത് അവ്യയനായിട്ടുള്ള നാരായണൻ, ആദിനാരായണൻ തന്നെ ദാശരഥി രാമ ജനിഷ്യതേ, ദശരഥപുത്രനായി ജനിക്കും. യോഗമായ ജനകവേശ്മനി സീതാജ ജനിഷ്യതേ, യോഗമായ സീതയിട്ടും ജനിക്കും കേട്ടോ. ജനകൻ്റെ മകളായിട്ട് യോഗമായയും ജനിക്കും. മയാ ക്വചിത്, എന്നാൽ ഒരിക്കൽ ഭൂഭാരഹരണാർത്ഥായ, ഭൂഭാരം തീർക്കാനായിട്ട് അയം പ്രാർത്ഥിത, ഇവൻ പ്രാർത്ഥിക്കപ്പെട്ടു. അപ്പോൾ പറയാണ് ലങ്കാലക്ഷ്മി, പണ്ടൊരിക്കൽ ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞു, അതായത് ജന്മാദി വികാരങ്ങളൊന്നുമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ 28ാമത്തെ ത്രേതായുഗത്തിൽ ദശരഥ രാജാവിൻ്റെ പുത്രൻ ആയിട്ട് രാമൻ എന്നുള്ള പുത്രനായി ജനിക്കും. ഭഗവാന്റെ യോഗമായ ജനക മഹാരാജാവിൻ്റെ പുത്രി സീത എന്ന പേരിലും ജനിക്കും. ഭൂമിഭാരത്തെ തീർക്കാൻ പിന്നെ ബ്രഹ്മാവെന്നെ പറയാനല്ലോ. അപ്പോൾ അത് ഞാൻ ഭഗവാനോടൊരു കാലത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദശരഥൻ്റെ മകനായിട്ട് ഭഗവാൻ ജനിച്ചത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞത് പറയാണ്. പകുതിയായിട്ടുള്ളൂ, ഇനി കണ്ടിന്യൂ ചെയ്യാണ്. പുരാഹം ബ്രഹ്മണ പണ്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു എന്ന്. ഹ്യഷ്ടാവിംശതി പര്യയേ അതായത് 28ാമത്തെ ത്രേതായുഗത്തിലെ ത്രേതായുഗേ ദാശരഥി രാമോ നാരായണോ വ്യയ, ദശരഥൻ്റെ മകനായി ജനിക്കും. ജനിഷ്യതേ യോഗമായ സീതയായിട്ട്, സീത ജനകവേശ്മനി, ജനകൻ്റെ മകളായിട്ട്. ഭൂഭാരഹരണാർത്ഥായ ഭൂഭാരം കുറയ്ക്കാനേ പ്രാർത്ഥിതോ യമ്മയാ ക്വചിത്, ഞാൻ ഭൂഭാരം കുറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചതനുസരിച്ചിട്ടാണ് ഭഗവാൻ ദശരഥപുത്രനായി ജനിച്ചത്. ഇനി സഭാര്യോ രാഘവോ ഭ്രാത്ര ഗമിഷ്യതി മഹാവനം തത്ര സീതാം മഹാമായാം രാവണോപഹരിഷ്യതി. സഭാര്യ രാഘവ, ഭാര്യാസഹിതനായിട്ടുള്ള ഈ രാഘവൻ ഭ്രാത മഹാവനം ഗമിഷ്യതി, സഹോദരനോടുകൂടി വനത്തിലേക്ക് പോവും. തത്ര മഹാമായാം സീതാം, അവിടെ മഹാമായാരൂപിണിയായിട്ടുള്ള സീതയെ രാവണൻ അപഹരിക്കും. ഇതുവരെ ഉണ്ടായ കഥ പറയുകയാണ്. ശ്രീരാമൻ ഭാര്യയോടും സഹോദരനോടും സീതയോടും കൂടി മഹാവനത്തിലേക്ക് വരും. അവിടെ വെച്ച് സീതയെ രാവണൻ അപഹരിക്കും. സഭാര്യോ രാഘവോ ഭ്രാത്ര ഗമിഷ്യതി മഹാവനം തത്ര സീതാം മഹാമായാം രാവണോപഹരിഷ്യതി. പശ്ചാത് രാമേണ സാജീവ്യം സുഗ്രീവസ്യ ഭവിഷ്യതി. സുഗ്രീവോ ജാനകീം ദ്രഷ്ടും വാനരാൻ പ്രേഷയിഷ്യതി. അതിനുശേഷം അതിന് അനന്തരം സുഗ്രീവസ്യ രാമേണ സാജീവ്യം ഭവിഷ്യതി. സുഗ്രീവൻ രാമനോട് സഖ്യം ചെയ്യും. സുഗ്രീവ ജാനകിം ദ്രഷ്ടും, സുഗ്രീവൻ ജാനകിയെ കണ്ടുപിടിക്കാനായിട്ട് വാനരാൻ പ്രേഷയിഷ്യതി, വാനന്മാരെ പറഞ്ഞയക്കും.
അതിനുശേഷം രാമനും സുഗ്രീവനും കൂടി സഖ്യം ചെയ്യും. അപ്പോൾ സുഗ്രീവൻ സീതയെ കണ്ടുപിടിക്കാൻ വാനരന്മാരെ അയക്കും. പശ്ചാത് രാമേണ സാജീവ്യം സുഗ്രീവസ്യ ഭവിഷ്യതി സുഗ്രീവോ ജാനകിം ദ്രഷ്ടും വാനരാൻ പ്രേഷയിഷ്യതി. 52. തത്രൈകോ വാനരോ രാത്രാവാഗമിഷ്യതി തേന്തികം ത്വയാ ച ഭർസിതസോഭി ത്വാം ഹനിഷ്യതി മുഷ്ടിന. തത്ര ഏകഃ വാനര, അങ്ങനെ അയക്കപ്പെട്ട വാനരന്മാരിൽ ഒരുവൻ രാത്രൗ തേ അന്തികം ആഗമിഷ്യതി, രാത്രി നിന്റെ അടുത്തേക്ക് വരും. അതാണല്ലോ ഇപ്പം ഉണ്ടായത്. ത്വയാ ഭർസിതം സഹ അഭി, നിന്നെ ഭർസിക്കപ്പെട്ട അവനും നിന്നാൽ ശാസിക്കപ്പെട്ട അവനും മുഷ്ടിനാ ത്വാം ഹനിഷ്യതി, നിന്നെ മുഷ്ടി കൊണ്ടിരിക്കും. അതാണല്ലോ ഉണ്ടായതിപ്പോൾ. അവരിലത്തെ ഒരു വാനരൻ നിന്റെ സമീപത്ത് വരും, നീ അവനെ ശകാരിച്ച് തടസ്സം ഉണ്ടാക്കും, അപ്പം അവൻ നിന്നെ മുഷ്ടി കൊണ്ടടിക്കും. തേനാഹ ഇനി അതൊന്നും വായിക്കണ്ടേ. അപ്പോൾ 52. തത്രൈകോ വാനരോ രാത്രാവാഗമിഷ്യതി തേന്തികം ത്വയാ ച ഭർസിതസോഭി ത്വാം ഹനിഷ്യതി മുഷ്ടിന. അപ്പോൾ മുഷ്ടി കൊണ്ട് അടിച്ചിട്ടാണല്ലോ. തേനാഹതാത്വം വ്യഥിത ഭവിഷ്യസി യദാനഖേ തദൈവ രാവണസ്യാന്തോ ഭവിഷ്യതി ന സംശയ. തേന ആഹതാത്വം, അവനാൽ അടിക്കപ്പെട്ട നീ, അനഘേ യഥാ വ്യഥിത ഭവിഷ്യസി, പരിശുദ്ധേ എപ്പോൾ വ്യഥയുള്ളവളായി ഭവിക്കുന്നുവോ തഥാ ഏവ, അപ്പോൾ തന്നെ രാവണസ്യ അന്തഃ ഭവിഷ്യതി ന സംശയ, അപ്പം തന്നെ രാവണൻ്റെ അന്ത്യവും സംഭവിക്കുന്ന. അതോ അവൻ്റെ ഇടികൊണ്ട് നിനക്ക് വിഷമമുണ്ടായില്ലോ, നിനക്ക് വേദനിച്ചു, അവൻ്റെ ആ വാനരൻ്റെ ഇടികൊണ്ട് നിനക്ക് ദുഃഖമുണ്ടാകുന്ന ആ സമയത്ത് തന്നെ രാവണൻ്റെ നാശം സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് എന്ന് ലങ്കാലക്ഷ്മി പറഞ്ഞു. ആരോട്? ഹനുമാനോട്. ഇതാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അതായത് ഇപ്പം അതുകൊണ്ടാണ് നിനക്ക് ലങ്ക ജയിച്ചതായി അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞതേ. തേനാഹതാതം വ്യഥിത ഭവിഷ്യസി യദാനഖേ തദൈവ രാവണസ്യാന്തോ ഭവിഷ്യതി സംശയ. നിന്നെ ഇടിച്ച് വാനരൻ നിന്നെ ഇടിച്ചപ്പോൾ നിനക്ക് ദുഃഖം തോന്നിയില്ലേ, സങ്കടമായില്ലോ, വേദനിച്ചുല്ലോ, ആ സമയം തന്നെ രാവണൻ്റെ നാശത്തിനുള്ള ആരംഭമായി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ. അതാണ് എന്നോട് ബ്രഹ്മാവ് പറഞ്ഞത്. ഇനി 3 ശ്ലോകം. തസ്മാത് ത്വയാജിതാലങ്കാജിതം സർവം ത്വയാനഘ രാവണാന്തപുരവരേ ക്രീഡാകാനനമുത്തമം തന്മധ്യേ അശോകവനിക ദിവ്യപാദപസങ്കുല അസ്തി തസ്യാം മഹാവൃക്ഷഃ ശിംശപാ നാമ മധ്യഗഃ തത്രാസ്തേ ജാനകി ഘോരരാക്ഷസീഭിः സുരക്ഷിതാ ദൃഷ്ട്വൈവ ഗച്ഛ ത്വരിതം രാഘവായ നിവേദയ. ഒക്കെ പറഞ്ഞു കൊടുത്തു എവിടെ സീത ഇരിക്കണമെന്ന്. തസ്മാത് ത്വയാ ലങ്കാജിത, അതുകൊണ്ട് നിന്നാൽ ലങ്ക ജയിക്കപ്പെട്ടു, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അനഘ, പാപമില്ലാത്തവനെ, ത്വയാ സർവം ജിതം, ഹേ പാപമില്ലാത്തവനെ, നിന്നാൽ എല്ലാം ജയിക്കപ്പെട്ടു. രാവണാന്തപുര വരെ, രാവണൻ്റെ അന്തപുരത്തിൻ്റെ ആ മുറ്റത്ത് ഉത്തമം ക്രീഡാകാനനം അസ്തി. രാവണൻ്റെ അന്തപുരത്തിലെ മീൻസ് ആ ഒരു രാജധാനിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ പുറത്ത് നല്ലൊരു എന്താ പറയുക, ഉത്തമം കാനനം എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഉത്തമല്ലേ പറഞ്ഞത്, തെറ്റിൻ്റെ പേജ് പോയി, സോറി. എന്താണ്, ഉത്തമം ക്രീഡാകാനനം അസ്തി, ഉത്തമമായിട്ടൊരു കളിത്തോട്ടമുണ്ട്. തന്മധ്യേ, അതിൻ്റെ മധ്യത്തിൽ ദിവ്യപാദ സങ്കുല അശോകവനിക അസ്തി, ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞാൽ നിൽക്കുന്ന ഒരു അശോകവനം ഉണ്ട് ആ ക്രീഡാകാനനത്തിൽ. തസ്യാം, അതിൽ മധ്യഗഹ ശിംശപ നാമ മഹാവൃക്ഷം, അതിൻ്റെ മധ്യത്തിൽ, ആ അശോകവനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ശിംശപ എന്ന പേരായൊരു വലിയ മരം. തത്ര ഘോര രാക്ഷസീഭി സുരക്ഷിത ജാനകി ആസ്തേ, അവിടെ ഭയങ്കര രൂപികളായിട്ടുള്ള രാക്ഷസികളാൽ ചുറ്റപ്പെട്ടുകൊണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടും ജാനകി വസിക്കുന്നു. ദൃഷ്ട്വ ഏവ ത്വരിതം ഗച്ഛ, കണ്ട് വേഗം തന്നെ മടങ്ങുക, എന്നിട്ടോ രാഘവായ നിവേദയ, രാഘവനെ വിവരം അറിയിക്കൂന്ന്. എന്താ പറഞ്ഞ ലങ്കാലക്ഷ്മി?
അതുകൊണ്ട് ലങ്കാലക്ഷ്മിയായ എന്നെ നീ ജയിച്ചു. ലങ്കയുടെ ഐശ്വര്യമായിരുന്നു ആ സ്ത്രീ. അവൾ പോയി. അപ്പോൾ എൻ്റെ ലങ്കാലക്ഷ്മിയായിട്ടുള്ള എന്നെ നീ ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ലങ്ക മുഴുവനും ജയിച്ച ഫലമാണ്. സീതയുടെ വിവരവും നീ കേട്ടോളൂ. രാവണൻ്റെ അതികേമായിട്ടുള്ള അന്തഃപുരത്തിലെ മനോഹരമായിട്ടൊരു കളിത്തോട്ടം, ഒരു ഉദ്യാനം ഉണ്ട്. ആ ഉദ്യാനത്തിന് നടുവിൽ ഒരു അശോകവനമുണ്ട്. ആ അശോകവനത്തിൽ ദിവ്യങ്ങളായിട്ടുള്ള പല വൃക്ഷങ്ങളും ഉണ്ട്. അതിൻ്റെ ഒത്ത നടുക്ക് ശിംശപം എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്. അതിൽ ആ വൻമരത്തിൻ്റെ ചോട്ടിൽ ഭയങ്കരികളായ രാക്ഷസികളാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് സീത ഇരിക്കുന്നുണ്ട്. നീ വേഗം സീതയെ കണ്ട ഉടനെ മടങ്ങിപ്പോയി ശ്രീരാമനെ വിവരമൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു കൊടുത്തു. ചെയ്യേണ്ട കാര്യങ്ങളൂടെയും പറഞ്ഞു കൊടുത്തു. തസ്മാത് ത്വയാ ജിതാലങ്കാജിതം സർവം ത്വയാ നഖ രാവണാന്തഃപുരവരെ ക്രീഡാകാനനമുത്തമം തന്മധ്യേ അശോകവനികാ ദിവ്യപാദപസങ്കുല അസ്തി തസ്യ മഹാവൃക്ഷ ശിംശപാ നാമ മധ്യഗഃ തത്രാസ്തേ ജാനകി ഘോരരാക്ഷസീഭി സുരക്ഷിതയായിട്ടിരിക്കേണ്ട അവിടെ. ദൃഷ്ട്വൈവ ഗച്ഛത്വരിതം രാഘവായ നിവേദയ, വേഗം പോയി ശ്രീരാമനെ വിവരം അറിയിക്കൂ. 57. ധന്യാഹമപ്യദ്യ ചിരായ രാഘവ സ്മൃതിർമമാസീത് ഭവപാശമോജിനി തദ്ഭക്തസംഗോപ്യതിദുർലഭോ മമ പ്രസീദതാം ദാശരഥി സദാ ഹൃദി. ഭവപാശമോചിനി എന്ന് പറഞ്ഞാലോ സംസാരബന്ധത്തെ നശിപ്പിക്കുന്നത്, സംസാരബന്ധത്തിന് മോചനം നൽകുന്ന എന്നർത്ഥം. രാഘവസ്മൃതി മമ ചിരായ ആസിദ്. ആരെ സ്മരിച്ചാലാണോ ഈ സംസാരബന്ധനത്തിന് മോചനം ലഭിക്കുക, ആ ശ്രീരാമനെ ശ്രീരാമസ്മരണ ബഹുകാലമായിട്ട്, കുറേ കാലമായിട്ട്, ചിരായ എന്ന് പറഞ്ഞല്ലോ, അനവധി കാലമായിട്ട് എനിക്കുണ്ടായി. അദ്യ അഹം അഭിധന്യ, ഇപ്പം ഞാൻ ധന്യയായി. തത് ഭക്തസംഗ ദുർലഭ, അവൻ്റെ ഭക്തരോടുള്ള ചേർച്ച അധികം ദുർലഭം. അതായത് ഹനുമാൻ വലിയ ഭക്തനല്ലേ, ഹനുമാൻ അപ്പോൾ ശ്രീരാമ ഭക്തനായിട്ടുള്ള ഒരു സംഗമം സാധിച്ചുല്ലോ, ദുർലഭമായിട്ടുള്ള സംഗമം. മമ ഹൃദി സദാ ദാശരഥി പ്രസീദതാം, എൻ്റെ ഹൃത്തിൽ എപ്പോഴും രാമൻ പ്രസാദിക്കട്ടെ പറഞ്ഞു. എന്താ അറിയോ, ഈ സംസാരബന്ധനത്തെ നിശേഷം നശിപ്പിക്കാൻ ശക്തിയുള്ള ശ്രീരാമസ്മരണ വളരെ കാലത്തിന് ശേഷം ഇന്ന് എനിക്കുണ്ടായി എന്ന് പറയുകയാണ്. ഞാൻ ഭാഗ്യവതിയായി. കാരണം സംസാരബന്ധനത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ശ്രീരാമസ്മരണ മാത്രമേ വേണ്ടൂ. അങ്ങനത്തെ ശ്രീരാമസ്മരണ ഇന്ന് അങ്ങ് കാരണം ഇന്ന് എനിക്കുണ്ടായി. ഭഗവാന്റെ ഭക്തന്മാരോടുള്ള ചേർച്ച കിട്ടാൻ, ആ ഒരു സത്സംഗം കിട്ടാൻ വളരെ പ്രയാസമുള്ളതാണ്. ഇന്ന് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഞാൻ വളരെ ഭാഗ്യവതിയായി തീർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ശ്രീരാമചന്ദ്രൻ പ്രസന്നനായിട്ട് വസിക്കട്ടെ എന്ന് പറഞ്ഞു. ആര്? ലങ്കാലക്ഷ്മി. അപ്പോൾ നമുക്ക് 57 വായിച്ച് നിർത്താം. ഇവിടെ ലങ്കാലക്ഷ്മി പറഞ്ഞത്. ഇനിയിപ്പോൾ സുഖമായി എവിടെ ഇരിക്കണമെന്നൊക്കെ മനസ്സിലായില്ലോ. ഇനിയിപ്പോൾ എന്താണ്, ഹനുമാനോടെ പോവേ വേണ്ടൂ. ധന്യാഹമപ്യദ്യ ധന്യാഹം, ഞാൻ ബ്ലെസ്സഡായി, ഞാൻ ഐ എം വെരി ഭാഗ്യവതിയായി, ഞാൻ ധന്യാണ്. എന്തുകൊണ്ട്? ചിരായ രാഘവ സ്മൃതിർമമാസീത് പാശമോജിനി. അതായത് സംസാരബന്ധത്തെ നശിപ്പിക്കുന്നതായ രാഘവൻ്റെ ആ നശിപ്പിക്കാൻ മതിയായിട്ടുള്ള ആ ശ്രീരാമൻ്റെ സ്മരണ എനിക്ക് അനവധി കാലത്തിന് ശേഷം ഉണ്ടായി. അതാണ് പറയുന്നത്. അനവധി കാലത്തിന് ശേഷം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി. എന്താ? ശ്രീരാമസ്മരണ. ആൻഡ് ശ്രീരാമസ്മരണ കൊണ്ടുള്ള ഫലം എന്താ? സംസാര ബന്ധന മോചനാണ്. അപ്പം അതെനിക്കിപ്പോൾ ഉണ്ടായി. ഭവപാശമോശിനി, അല്ലേ? ആ കയറുന്ന വിടിയിക്കും. തദ്ഭക്ത സംഘോ അതിദുർലഭോ മമ. ആ ശ്രീരാമഭക്തൻ്റെ സംഗമവും എനിക്ക് ലഭിച്ചു. അത് വളരെ ദുർലഭമാണ്. ഈ ഭക്തജന സംസർഗേ. അപ്പോൾ ആ സജ്ജന സംസർഗം, അങ്ങായിട്ടുള്ള സംസർഗം ഉണ്ടായില്ലോ. തദ്ഭക്ത സംഘോപ്യതിദുർലഭോ മമ, അതും ലഭിച്ചു. ഇനി പ്രസീദതാം ദാശരഥി സദാ ഹൃദി. എൻ്റെ ഹൃദയത്തിൽ ഈ ദാശരഥി ശ്രീരാമൻ സദാ
പ്രസാദിച്ച് വിളങ്ങട്ടെ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.